Dear students, dear friends, learn English grammar with Madhav Mash. ഞാനിന്ന് റിപ്പോർട്ടർ സ്പീച്ചിലെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. ഇൻ ദ ലാസ്റ്റ് 2 classes, I told you something about reporting, assertive sentence and imperative sentences. ഇന്ന് ഞാൻ പറയുന്നത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആശ്ചര്യവാചകത്തിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണ്. ആശ്ചര്യവാചകം റിപ്പോർട്ട് ചെയ്യുമ്പോൾ സാധാരണ റിപ്പോർട്ടിംഗ് വെർബ് എക്സ്ക്ലൈംഡ് അല്ലെങ്കിൽ വിഷ്ഡ് എന്നൊക്കെ ഒരു സഡൻ എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ് ഉണ്ടാക്കുന്ന വാക്കാണ് റിപ്പോർട്ടിംഗ് വെർബായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. വാചകത്തിൽ തന്നിരിക്കുന്ന സഡൻ ടോളുന്നൊക്കെ ആയിരിക്കാം, ബട്ട് വി ഹാവ് ടു സേ എക്സ്ക്ലൈംഡ് ഓർ വിഷ്ഡ്, സെഡ് വിത്ത് വണ്ടർ, അങ്ങനെയൊക്കെ പറയേണ്ടി വരും. അപ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് ചെറിയ മാറ്റം വരുത്തണം. അപ്പോൾ കൊട്ടേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബ് എക്സ്ക്ലൈംഡെന്നോ വിഷ്ഡെന്നോ സെഡ് വിത്ത് വണ്ടർ എന്നൊക്കെ നമ്മൾ എന്തെങ്കിലും ആശ്ചര്യം ഉദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടിംഗ് വെർബ് വെക്കേണ്ടി വരും. കൊട്ടേഷനുള്ള വാചകത്തിൽ നമുക്കറിയാം, കൊട്ടേഷനൊക്കെ പോകുന്ന നമുക്കറിയാം. ആ കൊട്ടേഷനുള്ള വാചകവും റിപ്പോർട്ടിംഗ് വെർബും കൂടി കൂടാനായിട്ട് കൺജങ്ഷൻ വെക്കണം. അവിടെ കൺജങ്ഷൻ ഏതാ വരിക എന്ന് അറിയോ? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് കൺജങ്ഷൻ ദാറ്റ് ആണ് വരിക. ഇൻ ഓൾ സെൻറ്റൻസസ് ദ കൺജങ്ഷൻ ദാറ്റ് ഈസ് ടു ബി യൂസ്ഡ്. വൈ? ബിക്കോസ് an exclamatory sentence in reporting speech will change into assertive sentence. Exclamatory sentence എല്ലാം assertive sentence ആയി മാറും. assertive sentence എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ റിപ്പോർട്ടിംഗ് വെർബിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അസർട്ടീവ് സെൻറ്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ദാറ്റാണ് ഉപയോഗിക്കാറ് കൺജങ്ഷനായിട്ട്. റിപ്പോർട്ടിംഗ് വെർബും റിപ്പോർട്ട് ചെയ്യേണ്ട സെൻറ്റൻസും കൂടി കൂടാനായിട്ട് നമ്മൾ ദാറ്റ് എന്നുള്ള വാക്കാണ് കൺജങ്ഷനാണ് ഉപയോഗിക്കാറ്. ഇൻ ദ സെയിം വേ ആശ്ചര്യവാചകത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ചേഞ്ച് ദ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഇൻ ടു അസർട്ടീവ് സെൻറ്റൻസ് ആക്കി മാറ്റും. അസർട്ടീവ് സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ദാറ്റ് വെച്ചിട്ടാണ് റിപ്പോർട്ടിംഗ് വെർബുമായിട്ട് കൂട്ടിച്ചേർക്കുക. റിപ്പോർട്ടിംഗ് വെർബിൽ ചെറിയ മാറ്റം വരുത്തുന്നത് ഞാൻ പറഞ്ഞു. ഇഫ് വി ഐഡൻറ്റിഫൈ ദ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഇൻ റിപ്പോർട്ടർ സ്പീച്ച്, ആ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് കണ്ടറിഞ്ഞാൽ അതാണെന്ന് വന്നാൽ നമുക്ക് മനസ്സിലായാൽ നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? റിപ്പോർട്ടിംഗ് വെർബിൽ മാറ്റി തരും, എക്സ്ക്ലമേറ്റർ ആക്കേണ്ടി വരും. പിന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? കൊട്ടേഷനുള്ള വാചകം എന്തായി മാറും? സാധാരണ വാചകമാക്കി മാറ്റുക. സാധാരണ വാചകത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ തുടക്കത്തിലേ പഠിച്ചു. അസർട്ടീവ് സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് വയ്ക്കണമെന്ന് പഠിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിംഗ് വെർബിലെയും റിപ്പോർട്ട് ചെയ്യേണ്ട സെൻറ്റൻസിലെയും കൂടി കൂടാനായിട്ടുള്ള കൺജങ്ഷൻ ദാറ്റാണ്. രണ്ട് ക്ലോസ് കൂടുമ്പോൾ ഒരു കൺജങ്ഷൻ വേണമല്ലോ, അല്ലാണ്ട് നിൽക്കില്ലല്ലോ. രണ്ടും ഒടിഞ്ഞ പടി കൂടണമെങ്കിൽ ഒരു കയറോ പശയോ എന്തെങ്കിലും വേണം. അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ ആദ്യം അസർട്ടീവ് സെൻറ്റൻസ് ആക്കി മാറ്റുക, എന്നിട്ട് ദാറ്റ് വെച്ചിട്ട് കൂട്ടും. റിപ്പോർട്ടിംഗ് വെർബ് എക്സ്ക്ലൈംഡെന്നോ വിഷ്ഡെന്നോ സെഡ് വിത്ത് വണ്ടർ എന്നൊക്കെ നമ്മൾ പറയുന്ന ആൾ അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൻ്റെ ആശ്ചര്യത്തിനനുസരിച്ച് മാറ്റി റിപ്പോർട്ടിംഗ് വെർബ് എഴുതേണ്ടി വരും. വെറും സെഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമാവില്ല. അപ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് ചെയ്യേണ്ട കാര്യം പറഞ്ഞു. പിന്നെ എല്ലാ നിയമങ്ങളും മുമ്പ് പറഞ്ഞ പോലെ തന്നെ പ്രസൻസിലാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസ് ആയി മാറും. അറ്റ് ദ സെയിം ടൈം പാസ്റ്റ് ടെൻസിൽ തന്നിരിക്കുന്ന ഒരു വാചകമാണെങ്കിൽ അത് ഓൾമോസ്റ്റ് ഇറ്റ് വിൽ റിമെയിൻ ദ സെയിം. അതന്നെയായിട്ട് ആവാം. ചില സമയങ്ങളിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മാറ്റാം. ഇപ്പോൾ ഹാവ് ഗോൺ എന്നുള്ളത് ഹാഡ് ഗോൺ എന്നാക്കാം. ഹാഡ് ഗോൺ എന്ന് വന്നിട്ടുണ്ടെങ്കിലോ അത് ഹാഡ് ഗോൺ തന്നെയായിട്ട് ഇടാം. പിന്നെ അതിനപ്പുറത്തേക്ക് പോകണമെന്നില്ല. അതുപോലെ വെൻറ്റ് എന്നുള്ളത് വെൻറ്റ് തന്നെയായിട്ട് ഉപയോഗിക്കാം. വേണമെങ്കിൽ ഹാഡ് ഗോൺ എന്നാക്കി മാറ്റാം. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ കൊട്ടേഷൻ വാചകം തന്നിട്ടുണ്ടെങ്കിൽ പാസ്റ്റ് ടെൻസിലായിട്ട് റിമെയിൻ ചെയ്യും. അതർവൈസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് നമുക്ക് വായിച്ചു നോക്കുമ്പോൾ പറയാൻ പറ്റും ഇത് പോരാ, ഫസ്റ്റ് ഇയർ പോരാ എന്ന് പറയില്ലേ, അതേപോലെ തന്നെ സെക്കൻഡ് ഇയർ പോരാ, ഒന്നുകൂടി ഫസ്റ്റ് ഇയറിലേക്ക് ഇടണം എന്നുള്ള തോന്നൽ വരും നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പാസ്റ്റ് ടെൻസിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കും. അതർവൈസ് പാസ്റ്റ് ടെൻസ് ആയിട്ട് റിമെയിൻ ചെയ്യും. പ്രസന്റ് ടെൻസിനെ പാസ്റ്റ് ടെൻസ് ആക്കാം. അതേസമയം യൂണിവേഴ്സൽ ട്രൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റേണ്ട കാര്യം ഇല്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സൂര്യൻ കിഴക്ക് ഉദിക്കുകയായിരുന്നു എന്ന് പറയുന്നില്ലോ. ഇറ്റ് റിമെയിൻസ് ദ സെയിം അല്ലേ, എപ്പോഴും പാസ്റ്റ് എപ്പോഴും യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലേ. അതെ, ഗോഡ് ഈസ് ലവ് എന്നല്ല, ഗോഡ് വാസ് ലവ് എന്ന് പറയുന്നില്ലോ നമ്മൾ. ദൈവം സ്നേഹമായിരുന്നു, ഇപ്പോൾ ആൾ വിശക്കാന്ന് പറയുമോ? ഇല്ല. അതുപോലെ തന്നെ. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വാചകത്തിൻ്റെ എക്സാമ്പിളുകളിലേക്ക് ഒന്ന് പോവാം. ആദ്യം ഞാൻ ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. ഹിയർ ഇൻ ദാറ്റ് സ്പീച്ച് ഈസ് യു ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സം വെർബ്സ് എക്സ്പ്രസിംഗ് എക്സ്ക്ലമേഷൻ ഓർ വിഷ്. അപ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഒരു എക്സ്ക്ലമേഷൻ ഉള്ളൊരു വെർബോ ഒരു വിഷ് ആയിരിക്കുന്ന വെർബോ ആയിരിക്കണം. മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്ക്ലൈംഡ് എന്നാണ്. When we report exclamatory sentence, the reporting sentence is to be changed into an assertive sentence.
കൊട്ടേഷനുള്ള വാചകത്തിൽ എക്സ്ക്ലമേറ്ററി സെൻസിനെ അസർട്ടീവ് സെൻസ് ആണ്. അസർട്ടീവ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻസ് മൂന്നും തന്നെ. ആൻഡ് ആൾമോസ്റ്റ് ഓൾ അതർ റൂൾസ് റിമെയിൻസ് ദ സെയിം. മറ്റെല്ലാ നിയമങ്ങളും മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതേപോലെ അവശേഷിക്കുന്നു. ഫസ്റ്റ് എക്സാമ്പിൾ he said what a beautiful sight it is. ഇതൊരു ആശ്ചര്യവാചകമാണ്. പ്രസന്റ് ടെൻസിലാണ്. ആശ്ചര്യവാചകത്തിന്റെ സബ്ജക്റ്റും വെർബും എപ്പോഴും അവസാനമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സാധാരണ വാചകമാകുമ്പോൾ സബ്ജക്റ്റും വെർബും ആദ്യം വരണം. അപ്പോൾ he said എന്നുള്ളത് റിപ്പോർട്ടിംഗ് വെർബാണ്. ഇത് ആശ്ചര്യവാചകമാണ്. അപ്പോൾ ആശ്ചര്യവാചകം ആയതുകൊണ്ട് ഈ said എന്നുള്ളത് എക്സ്ക്ലെയിംഡ് ആക്കുക. വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ് എന്നുള്ളതിനെ ആദ്യം നമ്മൾ അസർട്ടീവ് സെൻസ് ആക്കുമ്പോൾ ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ സൈറ്റ് എന്നാവും. ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബിനോട് കൂടി ദാറ്റ് വെക്കണം. അപ്പോൾ ഹി എക്സ്ക്ലെയിംഡ് ദാറ്റ് ഇറ്റ് വാസ് ഈസ് എന്ന് വാസ് എ പാസ്റ്റ് ടെൻസ് ആയി കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസ്. ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ സൈറ്റ്. വാട്ട് എന്നുള്ളത് പോകും. അത് ആശ്ചര്യം കാരണമാണ്. ആശ്ചര്യവാചകങ്ങൾ സാധാരണ വാട്ട് ഹൗ വെച്ചിട്ടുള്ളത് നമ്മൾ തുടങ്ങാറ്. He exclaimed that it was a very beautiful sight. സാധാരണ വാചകമായി. Second example, the teacher said to his student, how smart you have been. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇത്. ഹാവ് ബീൻ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മാറ്റണം. സ്റ്റേറ്റ്മെന്റ് ഹൗ സ്മാർട്ട് യു ഹാവ് ബീൻ സാധാരണ വാചകം പറയും യു ഹാവ് ബീൻ വെരി സ്മാർട്ട്. യു ഹാവ് ബീൻ വെരി സ്മാർട്ട്. സബ്ജക്റ്റ് വെർബ് ആദ്യം വരണം. അങ്ങനെ പിന്നെ എവിടെയോ ഈ സെറ്റ് ടു സ്റ്റുഡൻറ്റ് എക്സ്ക്ലെയിംഡ് ടു സ്റ്റുഡൻസ് ആക്കണം. അല്ലെങ്കിൽ സെഡ് വിത്ത് വണ്ടർ എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ ദ ടീച്ചർ എക്സ്ക്ലെയിംഡ് സ്റ്റുഡൻറ്റ് വിത്ത് വണ്ടർ he had been very smart. He had been very smart. How smart you have been എന്തായി മതി. he had been very സ്റ്റുഡൻറ്റിനോട് പറഞ്ഞ കാരണം he or she ആവാം. സ്റ്റുഡൻറ്റ് ആണോ പെണ്ണോ ആവാം. he had been very smart. ശരിയല്ലേ. the teacher exclaimed his student to വെക്കണമെന്നില്ല അവിടെ. his student with wonder he had been very smart. അടുത്തത് the coach said to the അത്ലറ്റിനോട് പറഞ്ഞു യു ഹാവ് ഡൺ വെൽ. കലക്കി എന്ന് പറയും നമ്മൾ. അത് എന്താ പറയുക നമ്മൾ യു ഹാവ് ഡൺ എന്നത് ഹാഡ് ഡൺ ആക്കണം. അപ്പോൾ ഇത് അത്ലറ്റ്സ് ആയതുകൊണ്ട് യൂന്ന് ദേണാവും. ദ കോച്ച് പ്രൈസ് ദ അത്ലറ്റ്സ് പ്രശംസിച്ചു വിത്ത് അത്ലറ്റ് സെയിങ് ദാറ്റ് പറഞ്ഞുകൊണ്ട് ദേ ഹാഡ് ഡൺ വെൽ. യു ഹാവ് ഡൺ വെൽ എന്നാൽ എന്തായി മാറി ദേ ഹാഡ് ഡൺ വെൽ. നൗ ലാസ്റ്റ് എക്സാമ്പിൾ ദി ഫാദർ സെഡ് ടു ഹിസ് സൺ ഹൗ ഐ വുഡ് ലൈക്ക് ടു സീ യു. ഇപ്പം മകൻ നാട്ടിൽ നിന്ന് പോയിട്ട് കുറേ നാളായിട്ടുണ്ടാവും. അപ്പോൾ അച്ഛനൊന്നും പറയും നിന്നെ കാണാൻ വേണ്ടി ആഗ്രഹമുണ്ടെന്നൊക്കെ പറയും. അതുപോലെ ദ ഫാദർ സെഡ് ടു ഹിസ് സൺ ഹൗ ഐ വുഡ് ലൈക്ക് ടു സീ യു. നിന്നെ കാണാൻ ഞാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നു. മറിച്ച് പറയും നിന്നെ കാണാൻ ഞാൻ വളരെ ആഗ്രഹിക്കുന്നു എന്നല്ലേ പറയാ. അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു സീ യു വെരി മച്ച്. അതിന് സാധാരണ വായിക്കുമ്പോൾ ഹൗ ഐ വുഡ് ലൈക്ക് ടു സീ യു എന്താവും ഐ വുഡ് ലൈക്ക് ടു സീ യു വെരി മച്ച്. ടെൻസ് മാറ്റിയൊന്നുമില്ല. കാരണം പാസ്റ്റ് ടെൻസിൽ ഫ്യൂച്ചറിലെ പാസ്റ്റിലെ തന്നിട്ടുണ്ട്. പിന്നെ മാറ്റേണ്ട കാര്യമില്ല. അപ്പോൾ ദ ഫാദർ വിഷ്ഡ് ഓർ എക്സ്ക്ലെയിംഡ് ഹിസ് സൺ ദാറ്റ് ഹി വുഡ് ലൈക്ക് ടു സീ ഹിം വെരി മച്ച്. ഹി വുഡ് ലൈക്ക് ടു സീ ഹിം വെരി മച്ച്. എക്സാമ്പിളുകൾ റിപ്പീറ്റഡ് ആയിട്ട് എഴുതി പഠിക്കുക. 1, 2, 3 പ്രാവശ്യം എഴുതി പഠിക്കുക. എന്നിട്ട് കാണാതെ ശ്രമിച്ചു നോക്കുക. പിന്നീട് ഇത് നോക്കാം. ചോദ്യങ്ങൾ മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് സ്വയം എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിപ്പോർട്ടിംഗ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റിപ്പോർട്ടിംഗ് സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ. വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചോദ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ചോദ്യങ്ങൾ there are 2 types of questions, word question and yes or no question. That can be done in the next class. Till then, thank you. എൻ്റെ ക്ലാസ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ലപോലെ പഠിക്കുക. താങ്ക് യു.